അതിൻ്റെ ഭാഗമായിട്ടാണ് രാമക്ഷേത്ര ഉദ്ഘാടനവും നിങ്ങൾ ഇപ്പൊ തന്നെ 2024 ആദ്യം തന്നെ തീരുമാനിക്കുന്നത്, പണി പൂർത്തിയാവാതെ. അപ്പൊ ലക്ഷ്യം എന്താണ് എന്ന് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തം. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് അത് വ്യക്തമല്ല. അവസാനം സീതാറാം യെച്ചൂരിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ജനാധിപത്യ ശക്തികളുമെല്ലാം ഒരേ സ്വരത്തിൽ ഇത് വർഗീയ അജണ്ടയുടെ ഭാഗമാണെന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് ഗത്യന്തരില്ലാതെ കോൺഗ്രസിന് പറയേണ്ടി വന്നത്, ഞങ്ങൾ വരുന്നില്ല. ഞങ്ങൾ വരുന്നില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞാൽ കോൺഗ്രസ് ആ തീരുമാനം അംഗീകരിച്ചിട്ടില്ല. ഹിന്ദി ബെൽറ്റിൽ ആകെ തന്നെ ഒറ്റ മന്ത്രിസഭ മാത്രമേ ഉള്ളൂ കോൺഗ്രസിന്, ഒരു മന്ത്രിസഭ. അതിനി എത്ര ദിവസം പറയാൻ കഴിയുമെന്നൊന്നും പറയാൻ കഴിയില്ല. 40 അംഗങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. രാജ്യസഭയിൽ ആരെയും തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല. BJP ജയിച്ചു. കാലുമാറിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. കാലുമാറ്റാൻ ഇഷ്ടം പോലെ പണമുണ്ട് BJPയുടെ കയ്യിൽ. അത് ഉപയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ മാറ്റം സംഘടിപ്പിക്കുന്നത്. ആ ഹിമാചൽ പ്രദേശ് എത്ര കാലം, ഇനി എത്ര ദിവസം ഒരു പ്രത്യേക പാർട്ടി തന്നെ ഉണ്ടാക്കാനാണ് വിമതന്മാർ ശ്രമിക്കുന്നത് എന്നാണ് അവസാനത്തെ വാർത്ത. അപ്പോ ഹിന്ദി ബെൽറ്റിലാകെയുള്ള കോൺഗ്രസിന്റെ ഏക ഗവൺമെന്റായ ഹിമാചൽ പ്രദേശിലെ ഗവൺമെന്റ് ഇനി എത്ര ദിവസം നിലനിൽക്കുമെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംഘർഷത്തിലാണ്. പക്ഷേ ആ മുഖ്യമന്ത്രി സുഖു അദ്ദേഹം പറഞ്ഞു, എനിക്ക് ക്ഷണം തന്നാലും ക്ഷണമില്ലെങ്കിലും ഞാൻ ആ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കും. കോൺഗ്രസ് തീരുമാനിച്ചു പങ്കെടുക്കുന്നില്ല. എന്നിട്ട് മന്ത്രിമാരെ അയച്ചു. UP യിൽ നിന്ന് 100 അംഗ സംഘം പോയി. ഇവിടെ കർണാടകത്തുൾപ്പെടെ പോയി. ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നിന്ന് കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന നേതാക്കൾ ആ പരിപാടിയിൽ പങ്കെടുത്തു. കോൺഗ്രസ് തീരുമാനിച്ചിട്ട് എന്താ കാര്യം? ഒരു തീരുമാനം കോൺഗ്രസ് കൈക്കൊണ്ടാൽ ആ തീരുമാനം ഇന്ത്യയിലെ കോൺഗ്രസുകാർക്ക് ബാധകമാണെന്ന് പറയാൻ, അതിനനുസരിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് ഇന്ത്യയിലാവുന്നില്ല. മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോകാനാവുന്നില്ല എന്നാ പച്ചമലയാളം. ഹിന്ദു രാജ്യം പ്രഖ്യാപിക്കും എന്നുള്ളതിന് വേറൊരു പുതിയ പദം ഉപയോഗിച്ചുകൊണ്ടാണ് RSSന്റെയും BJPയുടെയും തലവന്മാരെല്ലാം പങ്കെടുത്ത ആ സമ്മേളനം തീരുമാനിച്ചത്. അവിടെ മോഹൻ ഭഗത് ഉൾപ്പെടെയാണല്ലോ പ്രധാനപ്പെട്ട കാർമ്മികത്വം വഹിച്ചത്. ഒന്നാം പ്രോട്ടോകോളുകാരനായ അല്ലെങ്കിൽ കരിയായ പ്രസിഡന്റിനെ ഒഴിവാക്കി. രണ്ടാമത്തെ വൈസ് പ്രസിഡന്റിനെയും ഒഴിവാക്കി. മൂന്നാമത്തെ ആൾ അതിന്റെ തലവനായിട്ട് വന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി. ഒപ്പം നിങ്ങൾക്കറിയാം മോഹൻ ഭഗത്, RSS സർസംഘചാലക്, ഇവരെല്ലാം കൂടി ചേർന്ന് ആ ഉദ്ഘാടന പരിപാടി മതപരമായ ചടങ്ങോടെ അതിൻ്റെ അർത്ഥത്തിൽ സാധാരണ നമുക്കെല്ലാം അറിയുന്ന ശങ്കരാചാര്യരെല്ലാം എതിർത്ത ആ നിലപാട് അവർ നടത്തി. അവരെതിരായിരുന്നു, ശങ്കരാചാര്യന്മാരെല്ലാം എതിരായിരുന്നു. പക്ഷെ അവർ നടത്തി. ആ നടത്തിയിട്ട് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം നിങ്ങളെല്ലാം വായിച്ചു, കണ്ടു. 1000 സംവത്സരങ്ങൾ ഇനി രാമരാജ്യമായിരിക്കുമെന്നാണ്. 1000 സംവത്സരങ്ങൾ ഇനി ഈ ഇന്ത്യ രാമരാജ്യമായിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു പദം മാത്രമേ മാറ്റേണ്ടിയുള്ളൂ. രാമരാജ്യം എന്നുള്ളത് ഹിന്ദു രാജ്യം എന്ന് മാറ്റുക. 1000 സംവത്സരങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് അവർ അഭിസംബോധന ചെയ്തത്. ഈ ഒരു കൈവഴിയിലൂടെ നിരവധിയായ കൈവഴിയിലൂടെ കടന്നെത്തുന്നത് ഹിന്ദുത്വ അജണ്ടയിലേക്ക് തന്നെയാണ്. അതാണ് പൗരത്വ ഭേദഗതി നിയമം. അതാണ് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏക സിവിൽ കോഡ്. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പേര് അവർ തന്നെ സ്വയം മാറ്റിയിട്ട് ഭാരത്. ഈ രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളം കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ളവരുടെ ശേഷി കേവല കലാപങ്ങൾ മാത്രമല്ല, വംശഹത്യ. 2002 ഗുജറാത്തിൽ മുസ്ലിം വംശത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടിയുള്ള വംശഹത്യയാണ് നടത്തിയത്. കഴിഞ്ഞ 2023 മണിപ്പൂരിൽ നടത്തിയത് ക്രിസ്ത്യാനികൾക്കെതിരെ വംശഹത്യ. ഈ രണ്ടിന്റെയും സാക്ഷ്യപത്രമായിട്ട് അന്ന് മുഖ്യമന്ത്രിയായിട്ടും ഇന്ന് പ്രധാനമന്ത്രിയായിട്ടും നരേന്ദ്രമോദിയുണ്ട്. കാമ എന്നൊരക്ഷരം അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ വിചാരിക്കും ഈ ഗുജറാത്തിലും മണിപ്പൂരിലും മാത്രമാണ് വംശഹത്യ നടത്താനാവുക എന്ന്. ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഫ്യൂഡൽ ജീർണതയുടെ മേലെ കെട്ടിപ്പൊക്കിയ മുതലാളിത്ത സമൂഹമാണ് ഇന്ത്യ. അന്ധവിശ്വാസ ജടിലമായ കാഴ്ചപ്പാടുകൾ, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, ഇപ്പോഴെ തന്നെ ചാതുർവർണ്ണ വ്യവസ്ഥയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് എന്ന് പറയും യാതൊരു മടിയും
ആശയതലം. മനുസ്മൃതിയാണ് ഭരണഘടനയുടെ അടിസ്ഥാനം. ആ മനുസ്മൃതിയുടെ അടിസ്ഥാനം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചാതുർവർണ്ണ വ്യവസ്ഥയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് പരസ്യമായിട്ട് പറയുന്ന, രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന, അതിന്റെ പ്രത്യയശാസ്ത്രം മുന്നോട്ടേക്ക് വെക്കുന്ന എല്ലാ തരത്തിലുള്ള, നമുക്കെല്ലാം അറിയുന്നത് പോലെ പുരാണങ്ങളെ മുഴുവൻ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്ന പ്രത്യേക രീതി, നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ശാസ്ത്രവിരുദ്ധമായ, യുക്തിവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചു പോകുന്നവർ, അതിനെന്തേ വളക്കൂറുള്ള മണ്ണ് ഈ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഫ്യൂഡൽ ജീർണതയാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയതലത്തിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവരിതെല്ലാം നടത്തുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, ഇന്ത്യയിൽ എവിടെയും ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലും ഈ ജീർണത ഉപയോഗിച്ച് സ്വത്വരാഷ്ട്രീയവും വംശീയമായ ഭാഷാപരമായ എന്തെല്ലാം സവിശേഷതകൾ ഉപയോഗിക്കാനാവുമോ അതുപയോഗിച്ച് കലാപം സംഘടിപ്പിക്കാൻ ഈ ഇന്ത്യയിലെ ഈ 2 സംസ്ഥാനം മാത്രമല്ല എല്ലാ സംസ്ഥാനത്തിലും സാധ്യതയുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഗൗരവമുള്ളൊരു പ്രശ്നം. ഇതേതെങ്കിലും ഒരു സംസ്ഥാനത്തിനായിട്ട്, ഗുജറാത്തിനായിട്ട്, മണിപ്പൂരിനായിട്ട് മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല. എവിടെയും സംഘടിപ്പിക്കാം. അതാണ് പലപ്പോഴും യു.പിയിൽ കാണുന്നത്, ഹരിയാനയിൽ കാണുന്നത്, മഹാരാഷ്ട്രയിൽ കാണുന്നത്, ഇന്ത്യയുടെ വിവിധ മേഖലയിൽ കാണുന്നത്. ബുൾഡോസർ രാഷ്ട്രീയമൊക്കെ ഇതിന്റെ ഭാഗമാണ്. പള്ളി പൊളിക്കുന്നത് ഇതിന്റെ തന്നെ ഭാഗമായിട്ടാണ്. ആരാധനാലയങ്ങൾക്കെതിരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കടന്നാക്രമങ്ങൾ, ഇന്ന് മുസ്ലിം ആരാധനാലയങ്ങളെല്ലാം എങ്ങനെയാണ് ഹിന്ദു ആരാധനകളാക്കി മാറ്റുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രദേശത്തും. പ്രത്യേകിച്ച് അതിന്റെ കേന്ദ്രം യു.പിയാണ്. ഞാനതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. എല്ലാവരുടെയും മനസ്സിൽ ഈ ജ്ഞാൻവ്യാപി പള്ളി ഉൾപ്പെടെയുള്ള പള്ളികളുടെ ആരാധനാലയത്തിന്റെ ഭാഗമായി തുറന്നു കൊടുത്ത ഹിന്ദുക്കളുടെ പുതിയ ആരാധനാ സംവിധാനം നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, നിരവധിയായ രീതിയിൽ വരാൻ പോവുകയാണ്. ഈ കലാപങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകുന്ന ഒരു ഭൗതിക പശ്ചാത്തലം ഇന്ത്യയിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ഇതിനെല്ലാം എതിരായിട്ട് ശരിയായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ കോൺഗ്രസിനാവുന്നില്ല. ഹിന്ദി ബെൽറ്റിൽ ഹിമാചൽ പ്രദേശ് കൂടി ഇല്ലാതായാൽ പിന്നെ ഒരു സംസ്ഥാനവും കോൺഗ്രസിനില്ല. ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ അവർക്ക് 2 സംസ്ഥാനമാണുള്ളത്, തെലങ്കാനയും കർണാടകവും. കോൺഗ്രസിന്റെ സ്ഥിതി കേരളത്തിൽ എല്ലാവർക്കും അറിയാം. മുസ്ലിം ലീഗ് കൂടി ഇല്ലെങ്കിൽ പിന്നെ എന്താണ് UDF? തമിഴ്നാട്ടിലെ DMK-യുമായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് സീറ്റ്. ഒഡീഷ ഇപ്പോഴും മിക്കവാറും BJP-യോടൊപ്പം ചേർന്നിരിക്കുകയാണ്. ഒഡീഷയിൽ കോൺഗ്രസ് ഇല്ല, ബംഗാളിൽ കോൺഗ്രസ് ഇല്ല, ആസാമിൽ കോൺഗ്രസ് ഇല്ല, ഗുജറാത്തിൽ കോൺഗ്രസ് ഇല്ല. ഇങ്ങനെ നിരവധിയായ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നും കോൺഗ്രസിന് കാര്യമായ സ്വാധീനമില്ല. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയെങ്കിലും ഈ കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ, ഇന്ത്യൻ പാർലമെന്റിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാതിരുന്നാൽ, രാഹുൽ ഗാന്ധിയെയോ മറ്റോ മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കുമോ എന്ന ഒരു പ്രതീക്ഷയിൽ ഈ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നല്ലതുപോലെ 2019 തെരഞ്ഞെടുപ്പിൽ LDF-നെതിരായി UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇന്ന് അങ്ങനെയുള്ള ഒരു വിദൂര ചിന്ത പോലും അവർക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സംസ്ഥാനവുമായി എടുക്കണം. അതിന് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ ഈ കോൺഗ്രസിനാവില്ല. നിങ്ങൾക്കറിയാലോ, 3 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും. 3 സംസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 3ലും തോറ്റു. ആ തെരഞ്ഞെടുപ്പിന്റെ ഇടയിലാണ് പറഞ്ഞത്, അവർ തന്നെ ഇന്ത്യ സഖ്യം അവർ തീരുമാനിച്ചു, ഭോപ്പാലിൽ നമുക്ക് വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള പ്രകടനം നടത്തണം, ഇപ്പോഴും പാറ്റ്നയിൽ നടന്നതുപോലെ. കമൽനാഥ് പറഞ്ഞു, ഇങ്ങോട്ട് നിങ്ങളാരും വരണ്ട, ഞങ്ങൾ അല്ലെങ്കിലും ജയിക്കും. കമൽനാഥിന്റെ പ്രഖ്യാപനമായിരുന്നു. ആ തീരുമാനിച്ച അതേ നിമിഷം അത് വേണ്ടെന്ന് വെച്ചു. അതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇപ്പോഴും ബീഹാറിൽ 9ാമത്തെ പ്രാവശ്യവും കാലുമാറി നിതീഷ് കുമാർ. 9ാമത്തെ പ്രാവശ്യം കാലുമാറി സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായി. അവിടെ ലക്ഷക്കണക്കിന് മനുഷ്യരെ അണിനിരത്തി ജനകീയമായ വമ്പിച്ചൊരു പ്രതിരോധം തീർത്തു പാറ്റ്നയിൽ. അതാണ് കോൺഗ്രസ് അല്ലാത്ത പാർട്ടികളുടെ മുൻകൈയോടുകൂടി നടന്ന ഒരു പ്രധാനപ്പെട്ട ജനകീയ മുന്നേറ്റം. ഇത് കാഴ്ചപ്പാടിന്റെ പ്രശ്നം തന്നെയാണ്. ജനങ്ങളെ അണിനിരത്തി മുന്നോട്ടേക്ക് പോവുക എന്നുള്ള സമീപനം കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. എന്നാൽ ആരെങ്കിലും ജനങ്ങളെ അണിനിരത്തി മുമ്പോട്ടേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒപ്പം നിൽക്കാൻ അവർ തയ്യാറുമുണ്ട്.
ഇതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതി. ഈ പരിമിതി ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ഈ പരിമിതിയുള്ളപ്പോഴും BJPയെ താഴെ ഇറക്കണം, ഓരോ സംസ്ഥാനത്തെയും ഓരോ യൂണിറ്റായിട്ട് കാണണം, അതിൻ്റെ നേതൃത്വ ശക്തിയായിട്ട് കോൺഗ്രസിന് നിൽക്കാനാവില്ല എന്ന പരിമിതിയെപ്പറ്റി ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് BJPയെ തോൽപ്പിക്കുക എന്നത് തന്നെയാണ്. ഈ BJPയെ തോൽപ്പിക്കുക എന്ന മുദ്രാവാക്യത്തിൻ്റെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള അതിൻ്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ളത് സംസ്ഥാനം കേരളം തന്നെയാണ്. കേരളം ഒരു ബദൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അവശേഷിക്കുന്ന ഏക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലാണ്. ഒന്നാമത്തെ ടേം കഴിഞ്ഞു, രണ്ടാമത്തെ ടേമിലേക്ക് വരുമെന്ന് ഇവരാരും പ്രതീക്ഷിച്ചതല്ല. മാധ്യമങ്ങളും ബൂർഷ്വാ പാർട്ടികളെല്ലാം കൃത്യമായിട്ട് അജണ്ട വെച്ച് പിണറായി വിജയന്റെ 5ാമത്തെ കൊല്ലം തീർന്നതിൻ്റെ അവസാനം വന്നു. കാലാകാലം അങ്ങനെയാണല്ലോ. ഇനി വരാൻ പോകുന്ന മന്ത്രി ആരാണ്, മുഖ്യമന്ത്രി ആരാണ്, അതിൽ സ്റ്റാഫായിട്ട് വരേണ്ട IAS ഉദ്യോഗസ്ഥന്മാരാരാണ്, IPS ഉദ്യോഗസ്ഥന്മാരാണ് എന്നെല്ലാം നല്ലതുപോലെ ചർച്ച നടത്തി ജയം ഉറപ്പിച്ചു. പക്ഷെ ജനങ്ങളാണ് തീരുമാനിച്ചത്. കേന്ദ്ര ഏജൻസിയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും ഈ നിൽക്കുന്ന മുഴുവൻ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിരോധിച്ച് നടത്തിയിട്ടുള്ള ഇലക്ഷൻ ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള എല്ലാറ്റിനെയും ജനങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ പറയുന്നതല്ല, ഞങ്ങളുടെ അനുഭവമാണ് പ്രധാനം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ് വീണ്ടും 99 സീറ്റ് നേടി അധികാരത്തിൽ വന്നു എന്നുള്ളത് വളരെയേറെ പ്രാധാന്യമുള്ള രാഷ്ട്രീയ ചരിത്രമാണ് എന്നുള്ളത് നമുക്കറിയാം. ഇങ്ങനെ ഒരു രാഷ്ട്രീയ ചരിത്രം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തന്നെ വൈവിധ്യങ്ങളുണ്ട്, അതിൻ്റെ തന്നെ വിപരീതങ്ങളുണ്ട്. അതെന്താ? കോൺഗ്രസിന് മനസ്സിലായി, മാധ്യമങ്ങൾക്ക് മനസ്സിലായി, വികസനത്തിന് വോട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് അവരാലോചിച്ചു. UDF മാധ്യമങ്ങളാകെ വികസനത്തിന് വോട്ടുണ്ടെങ്കിൽ ഇനി ഒരു വികസനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല. കേരളത്തിൽ ഇനി ഒരു വികസനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന രാഷ്ട്രീയ തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ലോകത്തൊരു പ്രതിപക്ഷ പാർട്ടിയും ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കാറില്ല നിഷേധാത്മകമായിട്ട്. ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നണിയായാലും പാർട്ടിയായാലും കൂട്ടുകെട്ടായാലും അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളെ ക്രിയാത്മകമായിട്ട് അതിൻ്റെ ഒപ്പം പ്രതികരിക്കുക എന്നുള്ളതാണ് ലോകത്തെവിടെയും പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ചുമതല. എന്നാൽ ഇവിടെ തീരുമാനിച്ചിരിക്കുന്നു ഒരു വികസന പ്രവർത്തനവും വേണ്ട, നാഷണൽ ഹൈവേ വേണ്ട. പണ്ടേ പറഞ്ഞിട്ട് മാറ്റിയതാണ്. പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു നാഷണൽ ഹൈവേ വേണം. ഗേൽ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പദ്ധതി വേണ്ട, അവസാനിപ്പിക്കുന്നു. വേണം എന്ന് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. അതുപോലെ നിരവധി പദ്ധതി ഞാൻ ഓരോന്നും പറയുന്നില്ല. കേരളയിൽ വേണ്ട എന്ന് അവർ പറഞ്ഞു, വേണമെന്ന് നമ്മളും പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് നമുക്ക് സമ്മതം തരുന്നില്ല. ഇപ്പോഴേതാണ്ട് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. വന്ദേ ഭാരത് വന്നതോടുകൂടി ഒരു വന്ദേ ഭാരത് മതിയെന്നല്ല, വന്ദേ ഭാരതിന് പകരമല്ല, ഈ കേരളത്തിന്റെ ഒരു 10-25 വർഷക്കാലത്തെ അപ്പുറം കണ്ടുള്ള ഒരു വികസന പ്രവർത്തനം, അതാണ് കേരളയിൽ. അത് അനുവദിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കാൻ അനുവദിക്കില്ല എന്ന് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് VD സതീശൻ ഉൾപ്പെടെ ഇവരെല്ലാം ഈ നിലപാട് സ്വീകരിച്ചു പോവുകയാണ്. കേരളയിൽ മാത്രമല്ല, K-ഫോൺ അതും പറ്റില്ല പറഞ്ഞു, K-സ്മാർട്ട് അതും പറ്റില്ല പറഞ്ഞു. ഞാനതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല. എല്ലാ അർത്ഥത്തിലും ഈ കേരളത്തിലെ ജനങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള ഒന്നും തന്നെ അനുവദിക്കില്ല. നിങ്ങൾ അനുവദിച്ചാലും അനുവദിച്ചില്ലെങ്കിലും 900 കാര്യങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞത് ഒന്നുപോലും ഒഴിയാതെ ഈ കേരളത്തിലെ ഗവൺമെന്റ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും നടപ്പിലാക്കുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഗവൺമെന്റാണ് സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് ഈ രാജ്യം മുഴുവൻ അംഗീകരിക്കുന്നുണ്ട്. വെറുതെയല്ല. ഒരു കാര്യം പറഞ്ഞാൽ പറയുന്ന കാര്യം നടപ്പിലാക്കും എന്നുള്ളതിന്റെ ഗ്യാരണ്ടി. അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ആ ചുമതല നിർവഹിച്ചുകൊണ്ട് പോവുകയാണ് ഈ ഗവൺമെന്റ്. അപ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലായത് സാമ്പത്തിക പ്രതിരോധമല്ലാതെ വേറെ വഴിയില്ല. ജീവിത സൂചിക ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ മനുഷ്യത്വപരമായ ഓരോ അളവുകോലും വെച്ചുകൊണ്ട് അതിന് ഇൻഡെക്സ് വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ എല്ലാ സ്ഥാനത്തും
ഈ കേരളം 1-ാം സ്ഥാനത്താണ് ഈ ഇന്ത്യയിൽ. അപ്പോൾ അവർ പറഞ്ഞു ഇനി ഇന്ത്യ 1-ാം സ്ഥാനത്ത്, കേരളം മുഴുവൻ 1-ാം സ്ഥാനത്ത് വരണ്ട. അതെന്താ കാര്യം? 1-ാം സ്ഥാനത്ത് വന്നാൽ അവർക്ക് രാഷ്ട്രീയമായിട്ട് വിഷമാണ്, ഒരു ബദൽ സംവിധാനമാണ് കേരളത്തിൽ. അപ്പോൾ അവർ പറഞ്ഞു ഒന്നും കൊടുക്കണ്ട. പദ്ധതിയുടെ ഭാഗമായിട്ട് ആളോഹരി വരുമാനത്തിന്റെ ഭാഗമായി ധനകാര്യ കമ്മീഷൻ തന്നെ 1.9% മാത്രമേ ഇപ്പോൾ തരുന്നുള്ളൂ. മുമ്പ് ഇതിന്റെ ഇരട്ടിയിലധികം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ പകുതിയായിട്ട് ചുരുക്കി. എത്ര കോടിയാണ് നമുക്ക് നഷ്ടം? റവന്യൂ കമ്മി നികത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തന്നുകൊണ്ടിരുന്നു 10-12,000 കോടി, ഒന്നും തരുന്നില്ല. GSTയുടെ നഷ്ടപരിഹാരം തന്നുകൊണ്ടിരുന്നു, അതിപ്പോൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് 6,000-ലധികം കോടി ഉറുപ്പ് കിട്ടണം, അത് ഒഴിവാക്കി. 1,07,500 കോടി ഉറുപ്പിക ഈ 7 കൊല്ലം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരാനുള്ളത് തന്നില്ല. ഈ 2023-24 മാത്രം 57,000 കോടി ഉറുപ്പിക തന്നില്ല. 6,000-ലധികം കോടി ഉറുപ്പിക കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ കുടിശ്ശിക കിടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് സാമ്പത്തിക ഞെരുക്കമുണ്ട് കേരളത്തിന്. പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ടുന്ന പെൻഷൻ 62 ലക്ഷം ആളുകൾക്ക് 1,600 രൂപ പ്രകാരം കൊടുക്കേണ്ടതാണ്, കൊടുക്കാനാവുന്നില്ല. ഈ പൈസ എല്ലാം കിട്ടിയാൽ ആയിരക്കണക്കിന് കോടി രൂപ മിച്ചം വരും, എല്ലാം കൊടുത്തു തീർത്തിട്ട്. പക്ഷെ ഈ പണം തരാൻ തയ്യാറില്ല. അപ്പൊ കേരളത്തിന്റെ വിഹിതം ലഭിക്കുന്നതിന് വേണ്ടി ഗത്യന്തരമില്ലാതെ കേരളത്തിലെ ജനങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം മന്ത്രിസഭാംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് 140 മണ്ഡലത്തിലും വിശദീകരിച്ചു. വലിയൊരു ജനകീയ മുന്നേറ്റമാണ്, ഒരു ജനകീയ വിദ്യാഭ്യാസം. ആളുകൾക്ക് മനസ്സിലായി എന്താണ് കേരളത്തിലെ ഗവൺമെന്റിന് ചെയ്യാനാവുക, എന്താണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. അതെല്ലാം മന്ത്രിമാരുൾപ്പെടെ, ഇവിടെ രാജൻ ഉൾപ്പെടെ ഇരിക്കില്ലേ, എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ 140 മണ്ഡലത്തിലെയും ദശലക്ഷക്കണക്കിന് മനുഷ്യരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളമുടനീളം ശരിയായ ചർച്ച നടത്തി. ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസമാണ്, സാമൂഹ്യ വിദ്യാഭ്യാസമാണ്, ഭരണപരമായ വിദ്യാഭ്യാസമാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ പാർലമെന്റിലേക്ക് വരികയാണ്. ഈ ഗവൺമെന്റിനെതിരെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം തെറ്റായ സമീപനത്തിനെതിരായി കേരളം ഒന്നടങ്കം മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും ഉൾപ്പെടെ ഡൽഹിയിലേക്ക് സമരത്തിന് വരികയാണ്. പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും സഖാവ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രി വിളിച്ചു. ഇങ്ങനെ ഒരു കേരളത്തിന്റെ ആവശ്യം വെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ നൽകാൻ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ നമുക്ക് യോജിച്ച് കേന്ദ്രത്തിന്റെ നിലപാടിനെതിരായിട്ട് മുന്നോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ ഒരാളും കൂട്ടാക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ വരാൻ തയ്യാറില്ല, അന്വേഷിക്കാന്ന് പറഞ്ഞു. 18 MP-മാരുണ്ട് ഇവിടെ UDF-ന് 18. ആ 18 MP-മാർ ഒരിക്കലും കേരളത്തിന് വേണ്ടി വായി തുറന്നിട്ടില്ല. കേന്ദ്രം എന്താണോ പറയുന്നത് അത് ആവർത്തിക്കാനും കേരള വിരുദ്ധ പ്രചാരവേല നടത്താനും മാത്രമാണ് MP-മാർ പാർലമെന്റിലേക്ക് പോയത്. ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന വർഗീയ ധ്രുവീകരണത്തിലേക്കുള്ള നീക്കത്തിനെതിരായി അക്ഷരം പറയാൻ ഇവിടെ നിന്ന് പോയത് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ MP-മാർ തയ്യാറായിട്ടുണ്ടോ എന്ന് സൂക്ഷിച്ചു പരിശോധിച്ചാൽ അവർ മുണ്ടിയിട്ടില്ല. കാരണം ഹിന്ദുത്വ അജണ്ടയുടെ മറുപതിപ്പായ മൃദു ഹിന്ദുത്വ നിലപാടാണ് നിങ്ങളുടെ സമീപനം. അതുകൊണ്ടാണ് പറയാനാവാതെ 2 സെന്റൻസ് പറയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല MP-മാർക്ക് ഓരോരുത്തർക്കും. ഈ നാടിന്റെ താല്പര്യം സംരക്ഷിക്കാൻ ആവശ്യമായ ഫലപ്രദമായ ഇടപെടൽ നിങ്ങൾ നടത്തിയില്ല. നടത്തണമെന്ന് മുഖ്യമന്ത്രിയും ഈ കേരളം ആകെയും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിട്ട് ആ ഒരു നിലപാടിലേക്ക് നിങ്ങൾ വരാൻ തയ്യാറില്ല. കാരണം ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടന്നുകൂടാ, അതാണ് നിങ്ങളുടെ രാഷ്ട്രീയ രാക്ക്. എന്നാൽ ഈ കേരളം ഒന്നും തന്നെ പിന്നോട്ടേക്ക് പോകുന്നില്ല, എല്ലാം നടത്തി മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് ശ്രമം. ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നും നമുക്ക് നടപ്പിലാക്കണം. സുപ്രീം കോടതിയിലേക്ക് പോയി. കേരളത്തിന്റെ കടമെടുക്കാനുള്ള അവകാശം പോലും തരുന്നില്ല. കിട്ടേണ്ടുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കുടിശ്ശിക തരുന്നില്ല. നമുക്ക് തരേണ്ടുന്ന പണം തരുന്നില്ല. കോടതിയുടെ മുമ്പിൽ പോയപ്പോൾ കോടതി ആദ്യം തന്നെ പറഞ്ഞു, ഇതെല്ലാം കോടതി എന്ന രീതിയിൽ പരിഹരിക്കേണ്ടതാണോ? ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കേരളവും കേന്ദ്രവും തമ്മിൽ ഇരുന്ന് ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നമല്ലേ, അതുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യൂ എന്ന് സുപ്രീം കോടതി. ആയിക്കോട്ടെ എന്ന് കേരളം. മനസ്സോടെ കേന്ദ്രവും പറഞ്ഞു ആയിക്കോട്ടെ. അന്ന് വൈകുന്നേരം തന്നെ ചർച്ച, ഇവിടുന്ന് മന്ത്രി ഉൾപ്പെടെ പോയി. ചർച്ച നടത്തിയപ്പോൾ എന്താ വളരെ വിചിത്രമായ കാര്യമാണ്.
സുപ്രീം കോടതിയിൽ നിന്ന് കേസ് പിൻവലിച്ചല്ലാതെ നിങ്ങൾക്ക് തരേണ്ട പണം തരില്ല. അതിന് കീഴടങ്ങാൻ കേരളത്തിലെ ഗവൺമെന്റിന് മനസ്സില്ല. വ്യക്തമായ നിലപാട് സ്വീകരിച്ചു പറഞ്ഞു, ഞങ്ങൾ കേസ് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഈ കേരളത്തെ ഒരു സാമ്പത്തിക കുഴപ്പത്തിലേക്കാക്കുന്നതിന് വേണ്ടി, അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി, സാമ്പത്തിക പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തിയ ശ്രമമാണ്. അതുകൊണ്ട് കേസ് ഞങ്ങൾ പിൻവലിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഒരു പൈസയും തരാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിന് തരേണ്ടുന്ന ഒരു പൈസയും തരാൻ ഉദ്ദേശിക്കുന്നില്ല. കപിൽ സിബിലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്കീൽ. കപിൽ സിബിൽ സുപ്രീം കോടതിയോട് പറഞ്ഞു, നിങ്ങൾ കേസുമായിട്ട് പോയതുകൊണ്ട് ഒരാനുകൂല്യവും തരാൻ പോകുന്നില്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് എന്ന് കോടതിയിൽ പറഞ്ഞു. കോടതി ഇന്നലെ ആ കേസെടുത്തു. ആ കേസെടുത്തിട്ട് വ്യക്തമായിട്ട് വിധി വന്നു. അതിന് പൂർണ്ണ വിധിയല്ല, ഒരു ഇടക്കാല വിധി വന്നു. ഞാനും നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? 13,100 കോടി റുപ്യ ഇപ്പൊ കൊടുക്കുക, ഈ നിമിഷം കൊടുക്കാൻ പറഞ്ഞു കേന്ദ്രത്തോട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യം, ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യം കൊടുക്കാൻ വലിയ പ്രയാസം തന്നെയാണ്. വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചാണ്, സാധിക്കുന്നില്ല. സപ്ലൈകോ ഉൾപ്പെടെയുള്ള മേഖലയിൽ പൊതുവിതരണ ശൃംഖല ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചതാണ്, മാർക്കറ്റിൽ ഇടപെടാൻ സാധിക്കുന്നില്ല വേണ്ടത്ര. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോഴും 13,000 കോടി കൊടുക്കണമെന്ന് ഇന്നലെ പറഞ്ഞതുകൊണ്ട് കടത്തിന്റെ പരിധിയുടെ ഭാഗമായിട്ട് 13,100 കോടി റുപ്യ കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. ഏതാണ്ട് വന്നിട്ടുണ്ടാവും ഇന്ന്. എന്നിട്ട് അവിടെ അവസാനിച്ചിട്ടില്ല. കോടതി വീണ്ടും പറഞ്ഞു, നിങ്ങൾ മാന്യമായ രീതിയിൽ സംസ്ഥാനവും കേന്ദ്രവും ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്ത് ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ച നടക്കട്ടെ. ആ ചർച്ച നടന്നിരിക്കുന്നു. എന്നിട്ട് കോടതിയിലേക്ക് വാ. എന്നിട്ട് അവിടെ നിന്ന് അവസാനിപ്പിച്ച് പോയിക്കൊന്നല്ല കോടതി പറഞ്ഞത്. എന്നിട്ട് കോടതിയിലേക്ക് വാ. ആ കോടതി ഞങ്ങൾക്ക് തീർച്ചയായും ഫെഡറൽ സംവിധാനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യാൻ സുപ്രീം കോടതിയുടെ പിന്തുണയോടെ ഈ കേരളത്തിന് മുന്നോട്ടേക്ക് പോകാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമാണ് ഇന്നലത്തെ കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് നമുക്കിന്ന് കാണാനാവുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതെല്ലാം ഓരോന്നോരോ ഇഞ്ചിനിഞ്ച് പോരാട്ടം നടത്തിയിട്ട് നേടേണ്ടുന്ന കാര്യമായിട്ട് മാറുകയാണ്. ഇന്ന് മലയാള മനോരമ പത്രം, എല്ലാ പത്രവും ഫ്രണ്ട് പേജിൽ എഴുതി, കോടതിയുടെ ഈ ഇടക്കാല വിധിയും തുടർന്ന് അങ്ങോട്ടുള്ള ചർച്ചയും എല്ലാം കൃത്യമായിട്ട് എഴുതിയപ്പോൾ മനോരമക്ക് വല്ലാത്ത സഹിക്കുന്നില്ല. മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല അതിശക്തിയായിട്ട് സംഘടിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പത്രമാണ്, മാധ്യമങ്ങളാണ്. വലതുപക്ഷ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന, നിർമ്മിക്കുന്ന ഫാക്ടറിയാണ് ഇതെല്ലാം. അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ലതുകൊണ്ടല്ല. പക്ഷെ ജനങ്ങൾക്കിടയിൽ അവരങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് ഞാൻ ആ വാർത്ത വായിച്ചപ്പോഴാണ് മനസ്സിലായത്. മനോരമ പറയുകയാണ്, ഇങ്ങനെയുള്ളൊരു ആശ്വാസം കിട്ടി, 13,100 കോടി റുപ്യ വളരെ വേഗം തന്നെ കൊടുക്കണമെന്ന് ഇവിടെ പറഞ്ഞു വെച്ചു. എന്നിട്ട് അതിൻ്റെ രണ്ടാമത്തെ ഹെഡ്ലൈൻ, സുപ്രീം കോടതിയിൽ പോയില്ലായിരുന്നുവെങ്കിൽ 1 മാസം മുമ്പ് കിട്ടുമായിരുന്നു ഈ ആനുകൂല്യം. ആ ദുഷ്ട നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കോടതി പോയിട്ട് കിട്ടിയതാ ഇത്. പോയില്ലായിരുന്നുവെങ്കിൽ ഇതും കിട്ടൂല എന്ന് പറഞ്ഞാൽ ശമ്പളം കൊടുക്കാൻ പറ്റില്ല. അത് അങ്ങനെ ഒരു അവസ്ഥ വരുമായിരുന്നല്ലോ എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ഈ മനോരമ. എന്നിട്ടാണ് സൈഡ് ഹെഡിൽ കൊടുക്കുന്നത്, 1 മാസം മുമ്പ് സുപ്രീം കോടതിയിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ ആ പണം 1 മാസം മുമ്പ് കിട്ടുമായിരുന്നു എന്നുള്ള പ്രചരണമാണ് ഇന്ന് മനോരമ സംഘടിപ്പിച്ചത്. എന്തൊരു കള്ളത്തരം പറയാനുള്ള ഒരു മനസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കാപട്യത്തിന്റെ അങ്ങേയറ്റത്തെ ഒരവസ്ഥ നല്ലതുപോലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയും ഞങ്ങളിത് അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഇപ്പോഴേതാണ്ട് 10 കൊല്ലത്തിന്റെ അവസാനത്തിലേക്ക് വരാൻ പോവുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്കാണ് നമ്മളെല്ലാം ഉള്ളത്. പക്ഷേ അപ്പോഴും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഈ കള്ളപ്രചരണത്തിനെതിരായി വ്യാപകമായ രീതിയിലുള്ള ജനാധിപത്യ ശക്തികളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവണം. പത്രത്തിൽ വരുന്നതെല്ലാം ശരിയാണ്, കാണുന്നതെല്ലാം ശരിയാണ് എന്നൊരു തെറ്റിദ്ധാരണയും ജനങ്ങൾക്ക് ഇപ്പോഴില്ല. അതുണ്ടായിരുന്നുവെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നിൽക്കാനേ സാധിക്കില്ലായിരുന്നു, കഴിഞ്ഞ പാർലമെന്റിൽ നടക്കില്ല. അതില്ല എന്ന് മനസ്സിലാക്കിയ ചിലരുണ്ട്. അതിലൊരാളാണ് BJPയുടെ തന്നെ പഴയകാല നേതൃത്വം, ഇപ്പോൾ ഗോവ ഗവർണർ. അദ്ദേഹം പറഞ്ഞു,
നിങ്ങളുടെ വാദഗതികളും നിങ്ങളുടെ വാർത്താ ശൃംഖലകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളുമെല്ലാം ഈ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. മലയാളത്തിൽ ഉണ്ടോ? ഏതെല്ലാം ഏജൻസികളാണ്, എന്തെല്ലാം രീതിയിലാണ് നിങ്ങൾക്കെതിരായിട്ട് ഈ പ്രചാരവേല ഇടതുപക്ഷത്തിനെതിരായിട്ട് കൊണ്ടുവന്നത്? എന്നിട്ട് അതെല്ലാം അവഗണിച്ച് കേരളത്തിലെ ജനങ്ങൾ വസ്തുതാപരമായ കാര്യം, അനുഭവവേദ്യമായ കാര്യം മനസ്സിലാക്കി അവർ ഇടതുപക്ഷത്തിന്, പിണറായിക്ക് അനുകൂലമായി വോട്ട് ചെയ്തില്ലേ എന്ന് അദ്ദേഹം ഇപ്പോഴും ചോദിക്കുകയാണ്. ഇതാണ് ഈ കേരളത്തിന്റെ പൊതുവായ ഒരു വികാരം. നിങ്ങൾ കള്ളപ്രചാരവേല ഓരോന്നോരോന്നായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട്, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായിട്ട്, കേരളത്തിലെ ഗവൺമെന്റിനെതിരായിട്ട്, ഇടതുപക്ഷ ശക്തികൾക്കെതിരായി നിരവധിയായ രീതിയിൽ കള്ളപ്രചാരവേല സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന ഓരോ അവസരവും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ് കിട്ടുന്നതും നിങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്നിട്ടുള്ള കാര്യമാണ് വന്യജീവി സംഘർഷം എന്ന് പറഞ്ഞുകൊണ്ട്. എത്ര കഥയാണ്! വന്യജീവി സംഘർഷത്തിന്റെ ഭാഗമായിട്ട് വസ്തുതയാണ്. ആ വസ്തുത നിങ്ങൾ ഗൗരവപൂർവം കണ്ടോ? കോൺഗ്രസിന്റെ ഗവൺമെന്റും പിന്നീട് വന്ന BJPയുടെ ഗവൺമെന്റും ഒന്നാണ് ഈ നിയമനിർമ്മാണം നടത്തിയത്, മറ്റവരാണ് അത് പ്രയോജനമായി നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. വന്യജീവി ആൾ മേഖലയിലേക്ക് കടന്നു വരുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലം എന്താ? ഇത്തരം ക്ഷുദ്രജീവികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പന്നി മുതൽ അങ്ങോട്ട് ആന വരെ നിരന്തരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണാടകത്തിലുള്ള ആനയൊക്കെയാണ്, കോളർ വെച്ച ആനയൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു. കേരളത്തിന്റെ സർവശക്തിയും ഉപയോഗിച്ചു ഇതിനെ പ്രതിരോധിക്കണം. പ്രതിരോധം പൂർത്തിയാവണമെങ്കിൽ മനുഷ്യനെ കൊല്ലുന്ന ക്ഷുദ്രജീവികളെ കൊല്ലാനുള്ള അനുവാദം വേണം. ഇപ്പോഴും മയക്കുവെടി വെക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിൻ്റെതാണ് ഓർഡർ, കേന്ദ്ര ഗവൺമെന്റിൻ്റെയാണ് നിയമം. വന നിയമമൊന്നും ഇവിടെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിൻ്റെതല്ല. കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസിന്റെ കാലത്തുണ്ടാക്കിയതാണ്. BJP ഗവൺമെന്റ് തുടർന്നു പോവുകയാണ്. കേരളം ഒരു കൃത്യമായിട്ടൊരു പ്രൊജക്ട് തന്നെ നൽകിയിട്ടുണ്ട്. അത് പരിഗണിക്കാൻ അവർ തയ്യാറായിട്ടില്ല. എന്നിട്ട് ഇതിന്റെ ഭാഗമായി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ്? ശവത്തോടാണ് ഇവർക്ക് വലിയ കൂറ്. നിങ്ങൾക്കറിയാം, പത്രത്തിൽ വന്നു വാർത്ത, മരണപ്പെട്ടു, നിരവധി ആളുകളുടെ ജീവൻ പോയി. ആ ശവവും കൊണ്ടുള്ള കളിയാണ്. കർണാടകത്തിൽ കഴിഞ്ഞ ആഴ്ച ഒരാൾ ഇതേപോലെ തന്നെ കൊല്ലപ്പെട്ടു. ഒരു സമരവും അവിടെ നടന്നില്ലല്ലോ കോൺഗ്രസ്. തമിഴ്നാട്ടിൽ 2 പേരെ ഇതിനിടെ കൊന്നു. അവിടെയും ശവം കൊണ്ടുള്ള കളിയില്ലല്ലോ. RSകാര് മുമ്പ് ഗുജറാത്തിലായാലും ഇപ്പോഴും മണിപ്പൂരിലായാലും ശവം വെച്ച് കളിക്കുന്നത് പോലെ കളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗം ഈ കേരളത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ടേബിളിൽ കിടത്തിയിട്ടുള്ള മനുഷ്യ ശരീരവുമായിട്ടാണ് നേരെ സമരത്തിലേക്ക് കൊണ്ടുവരുന്നത്, സമരപന്തലിലേക്ക് വരുന്നത്. എന്തൊരു വിരോധാഭാസമാണ്! ആവശ്യങ്ങൾ, കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് അവസാനിപ്പിക്കാൻ സാധിച്ചു. പക്ഷേ വലിയ സംഘർഷം ഉണ്ടാക്കാനാണ് ബോധപൂർവമായ പ്രവർത്തനം. അത് മനുഷ്യന്റെ ജഡം വെച്ചുകൊണ്ടുള്ള കളിയാണ്. അതിനാണ് കോൺഗ്രസ് നേതാക്കന്മാര് പോലീസുമായിട്ട് ഏറ്റുമുട്ടുന്നത്. ഇവരൊക്കെ ജനാധിപത്യത്തിന്റെ അപ്പോസ്റ്റലന്മാരായിട്ടാണ് സ്ഥിരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പോലീസുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. പോലീസും പൗരസമൂഹവും തമ്മിൽ ഏറ്റുമുട്ടുന്നത് നമ്മൾ ആരും അംഗീകരിക്കുന്നതല്ല. അങ്ങനെ വന്നാൽ ക്രമസമാധാനം പാലിക്കാൻ ഒരു ജനാധിപത്യ സമൂഹത്തിൽ സാധിക്കുന്നതുമല്ല. ആ അർത്ഥത്തിലുള്ള കടന്നാക്രമങ്ങളാണ്. ഇപ്പോഴെന്തോ മാർക്സിസ്റ്റ് ഗുണ്ടയായിട്ടാണ് ഈ ആന വരുന്നത് എന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ്. നമുക്കൊരു സംശയമില്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്നത്തെ നിലപാടിൽ മാറ്റം വരുത്തണം. എന്നിട്ട് ഈ ക്ഷുദ്രജീവികളായ മനുഷ്യരെ കൊല്ലുന്ന മൃഗങ്ങളെ കൊല്ലാൻ അനുവദിക്കണം. അതിനുവേണ്ടി ആവശ്യമുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇനിയും ഈ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ശവം വെച്ച് കളിക്കാൻ, രാഷ്ട്രീയം കളിക്കാൻ ചില ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട്. ആ പുറപ്പെട്ടതിനെ ജനങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്യും എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം. ഇപ്പോൾ വളരെയേറെ പണിപ്പെട്ടാണ് കേരളം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഗവൺമെന്റിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ത്യയിൽ അതിദാരിദ്ര്യം അനുഭവിക്കാത്ത ജനതയുള്ളൊരു നാടാക്കി കേരളത്തെ മാറ്റാനാവും.
64,006 കുടുംബമായിരുന്നു അതിദാരിദ്ര്യമുള്ളവർ. കഴിഞ്ഞ നവംബർ 1-ാം തീയതി ആകുമ്പോഴേക്ക് 30,000 അതിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു. ഈ വർഷം അവസാനിക്കുമ്പോഴേക്ക് തന്നെ മിക്കവാറും എല്ലാവരും അതിദാരിദ്ര്യം അവസാനിപ്പിച്ചുകൊണ്ട് ഈ ഇന്ത്യയിൽ അതിദാരിദ്ര്യമില്ലാത്ത ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് എന്ന് ഈ പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് പ്രഖ്യാപിക്കാനാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭൂമിയില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഭൂമി നൽകുമെന്നിപ്പോ പറഞ്ഞു. ലാൻഡ് ബോർഡിനോട് രാജൻ മിനിസ്റ്റർ ഉൾപ്പെടെ ഇപ്പോഴും പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് അവർക്കെല്ലാം ഭൂമി കൊടുക്കാനാവും. വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് ഇപ്പോഴും തന്നെ 4 ലക്ഷത്തിലധികം വീട് തയ്യാറാക്കി കൊടുത്തു. ഇനിയും വീട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതിനകം തന്നെ പട്ടയം കൊടുത്തിട്ടുണ്ട്. പട്ടയം കിട്ടേണ്ടവർക്ക് മുഴുവൻ പട്ടയം കൊടുക്കാനുള്ള യത്നത്തിലാണ് ഈ ഗവൺമെന്റ്. അതിന് നേതൃത്വം നൽകുന്നത് മിനിസ്റ്റർ രാജൻ തന്നെയാണ്. രാപകലില്ലാത്ത രീതിയിൽ ഈ കേരളത്തിലെ പട്ടയം കിട്ടേണ്ടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് സ്വന്തം ഇടം, സ്വന്തം ഭൂമി, അതിനൊരു രേഖ അത് നൽകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സേവനങ്ങളും സ്മാർട്ട്, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാവർക്കും ഭൂമി. അത് ഈ ഗവൺമെന്റിന്റെ പദ്ധതിയായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോന്നോരോന്ന് വിശദീകരിക്കുന്നില്ല, നേതാക്കന്മാരെല്ലാം ഇവിടെ പ്രസംഗിക്കാനുണ്ട്. ഈ കേരളം ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ കേരള മോഡൽ എന്ന് വെറുതെ പറയുന്നതല്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന മനുഷ്യന്റെ ഗുണമേന്മയുള്ള ജീവിതമാണ് കേരള മോഡലിന്റെ അടിസ്ഥാനം. ആ ജീവിതം മെച്ചപ്പെടുത്താനാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക മേഖലയിൽ ധനമൂലധന ശക്തികളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കേരളത്തിന് മുന്നോട്ടേക്ക് പോകാനാവില്ല എന്ന് ഗവൺമെന്റിന് അറിയാം. ധനമൂലധന ശക്തികളെ ആശ്രയിച്ചു മാത്രം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ചെറുകിട മേഖലയിൽ നമ്മൾ 1,40,40,000 സംരംഭങ്ങൾ ആരംഭിച്ചു. ഏതാണ്ട് 10-14,000 കോടിയോളം ഉറുപ്പിയുടെ നിക്ഷേപം ഇതിനിടയിൽ തന്നെ ഈ കഴിഞ്ഞ കാലത്തിടയിൽ വന്നു. ഒരു കൊല്ലത്തേതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം 1,40,40,000, എല്ലാം കൂടി നോക്കുമ്പോൾ 2 ലക്ഷത്തിലധികം ഉണ്ട്. അതെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഒരു 5 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇപ്പോഴും തന്നെ ജോലി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 20 ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കുമെന്നാണ് കാഡിസ്കിന്റെ പ്രഖ്യാപനം, ഗവൺമെന്റിന്റെ തീരുമാനം. യുവതി യുവാക്കളായ അഭ്യസ്തവിദ്യരായ എല്ലാവർക്കും